നമസ്കാരം. അങ്ങനെ ശേഷാദ്രി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ ആകെ വെട്ടിലായിരിക്കുകയാണ്. KM ഷാജിയും ഏറിക്കിടന്ന് ആടുകയാണ്. അതിനിടയിൽ ഡോക്ടർ KT ജലീൽ ഫേസ്ബുക്കിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് VD സതീശൻ സർക്കാരിനെയും KM ഷാജിയും ഒക്കെ അത് അങ്ങനെ അടിച്ച് ഓടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് കാണാം. രണ്ട് ചാനലുകളുടെ സ്ക്രീൻഷോട്ട്, അതായത് രണ്ട് പോസ്റ്ററുകൾ ഇട്ട ശേഷമാണ് കേട്ടോ അദ്ദേഹം മുകളിൽ വിമർശനം എഴുതിയിട്ടുള്ളത്. ആ രണ്ട് പോസ്റ്ററുകൾ ഞാനൊന്ന് വായിക്കാം. ശേഷാദ്രിനാഥിന്റെ നിയമന നീക്കം. ഷാജി എന്തിനാണ് ഇങ്ങനെ ഒരു വേഷം കെട്ടുന്നതെന്ന് അറിയില്ല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. തുറന്നടിച്ച് PM നിയാസിന്റെ ഒരു പ്രതികരണം. രണ്ടാമത്തത് ഇങ്ങനെയാണ്: ആന്റിവെനം കണ്ടുപിടിക്കാത്ത കൊടിയ വിഷമുള്ള സംഘപരിവാറുകാരനാണ് അയാൾ. ഇനിയും എത്രയോ സംഘപരിവാർ വിഷങ്ങൾ ഉന്നത പദവികളിലേക്ക് എത്താനിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ മുൻ ജഡ്ജ് S സുദീപിന്റെ ഒരു പ്രതികരണമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ KT ജലീൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണം കൂടി ഒന്ന് വായിക്കാം. ശേഷാദ്രിയുടെ തിലകം ലീഡറുടേതല്ല, ഗോൾവാക്കറുടേത്. കേരളത്തിന്റെ പുതിയ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ നിയമിതനായിരിക്കുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് നിയമിതനായ മുൻ കമ്മീഷണർ A ഷാജഹാൻ IAS വിരമിച്ച ഒഴിവിലേക്കാണ് എറണാകുളം സ്വദേശിയായ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ സംസ്ഥാന മന്ത്രിസഭ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് ശുപാർശ നൽകിയത്. സംസ്ഥാന നിയമസഭ പാസാക്കിയ നിരവധി ബില്ലുകൾക്ക് അംഗീകാരം നൽകാതെ അവയ്ക്കുമേൽ അടയിരിക്കുന്ന ഗവർണർ പക്ഷേ സ്ഥലത്തില്ലാതിരുന്നിട്ടും ഓൺലൈൻ വഴി പ്രകാശ വേഗതയിൽ ഒപ്പിട്ടാണ് ശേഷാദ്രിയുടെ നിയമനം പ്രാബല്യത്തിൽ വരുത്തിയത്. 1990 ജനുവരി 13 അഭിഭാഷകനായി എൻറോൾ ചെയ്ത ശേഷാദ്രിനാഥൻ 2000 കേരള ജുഡീഷ്യൽ സർവീസിൽ മുൻസിഫ് മജിസ്ട്രേറ്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കൊച്ചിയിലെ സ്പെഷ്യൽ CBI NIA ഓഫീസുകളിൽ സ്പെഷ്യൽ ജഡ്ജിയായി സേവനമനുഷ്ഠിച്ച ശേഷാദ്രിനാഥ് കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപിലെ കവരത്തിയിൽ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയായും പ്രവർത്തിച്ചു. കേരള സഹകരണ ട്രൈബ്യൂണൽ ചുമതലക്കാരനായി പ്രവർത്തിച്ച ശേഷാദ്രി ജുഡീഷ്യൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം സേവന കാലാവധി നീട്ടിക്കിട്ടിയതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട കുടുംബ കോടതി ജഡ്ജിയായി നിയോഗിക്കപ്പെട്ടു. പ്രസ്തുത പദവി വഹിക്കവെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള UDF സർക്കാരിന്റെ പുതിയ നിയമനം. ശേഷാദ്രിനാഥിന്റെ സംഘപരിവാർ പശ്ചാത്തലം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ കരിയർ നാൾവഴികൾ പരിശോധിച്ചാൽ മാത്രം മതി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ചുമതലപ്പെട്ട പ്രധാന പോസ്റ്റിൽ ഒരു സംഘിയെ UDF സർക്കാർ നിയമിച്ചതിന്റെ ഔചിത്യം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടേഴ്സ് ലിസ്റ്റ് അംഗീകരിക്കലും മെമ്പർമാർക്ക് അയോഗ്യത കൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള പരാതികൾക്ക് പരിഹാരം കാണലുമെല്ലാം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. BJPയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് കുടപിടിക്കുന്ന ഒരാളെ തദ്ദേശ വകുപ്പ് ശുപാർശ ചെയ്ത് മന്ത്രിസഭ അംഗീകരിച്ച് നിയമനത്തിനായി ഗവർണർക്ക് അയച്ചതിന് പിന്നിൽ ലീഗ് BJP കോൺഗ്രസ് അന്തർധാര ആണെന്ന കാര്യത്തിൽ സംശയമില്ല. കള്ളപ്പണ ഇടപാടുകളിൽ കേന്ദ്ര സർക്കാരിന് കീഴിലെ EDയുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും അന്വേഷണം നേരിടുന്നവരാണ് തദ്ദേശ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരായ പല ലീഗ് നേതാക്കളും എന്ന കാര്യം ഇത്തരുണത്തിൽ പ്രത്യേകം സ്മരണീയമാണ്. കേന്ദ്ര ഗവൺമെന്റിനോട് ഏറ്റുമുട്ടലിനില്ല എന്ന തദ്ദേശ മന്ത്രിയുടെ പ്രസ്താവനയും PMAY ഭവന പദ്ധതിയിൽ 1.5 ലക്ഷം കേന്ദ്ര സഹായം ലഭിക്കുന്നതിനാൽ മോദി സർക്കാരിന്റെ എംബ്ലം മേൽ സ്കീം പ്രകാരം പൂർത്തിയാക്കുന്ന വീടുകളുടെ മുൻഭാഗത്ത് പതിക്കുന്നതിൽ തെറ്റില്ലെന്ന ഷാജിയുടെ അഭിപ്രായ പ്രകടനവും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. ശേഷാദ്രിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ കുറ്റകരമായ മൗനം ദുരൂഹമാണ്. ശേഷാദ്രിനാഥിന്റെ വിശ്വാസമാണോ എതിർക്കുന്നവരുടെ പ്രശ്നമെന്ന ചോദ്യമുയർത്തി പ്രശ്നത്തെ വർഗീയവത്കരിച്ച് തടി തപ്പാനുള്ള എന്റെ പഴയ സഹപ്രവർത്തകന്റെ ഗിമ്മിക്ക് വില പോവില്ല. ശേഷാദ്രിനാഥൻ തന്റെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഫോട്ടോയും കുറിപ്പുകളും വാർത്തകളുമെല്ലാം ഞൊടിയിടയിൽ അപ്രത്യക്ഷമാക്കിയത് എന്തിനാണെന്ന് മുഖ്യമന്ത്രിയും തദ്ദേശ മന്ത്രിയും വ്യക്തമാക്കണം. ശേഷാദ്രിയുടെ ഡിലീറ്റ് ചെയ്ത പോസ്റ്റുകൾ മുഴുവൻ വീണ്ടെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസ് ആണ്. ഒരു ദേശീയ മുസ്ലിമിന് തോന്നിയ സംഘിവിരോധം പോലും എന്തുകൊണ്ട് മുസ്ലിമിനും ലീഗ് നേതാക്കൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പൂക്കോട്ടുരാതി കൂടത്തായിമാർക്കും തോന്നാത്തത്? ശേഷാദ്രിനാഥിന്റെ നെറ്റിയിലെ തിലകം യഥാർത്ഥ ഹിന്ദുമത ഭക്തനായ ലീഡർ കരുണാകരന്റെ നെറ്റിയിൽ കേരളം കണ്ട തിലകമല്ല. മുരളീധരന്റെയും ഉണ്ണിത്താന്റെയും നെറ്റിയിൽ ചാർത്താനുള്ള തിലകവുമല്ല. അത് സംഘ് ഭക്തരായ ഗോൾവാക്കറുടെയും ശശികല ടീച്ചറുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും നെറ്റിയിൽ നാം കാണുന്ന തിലകമാണ്. ജുഡീഷ്യറിയുടെ തലപ്പത്തിരുന്നവർ പാലിക്കേണ്ട സാമാന്യ മര്യാദക്കെതിരാണ് ശേഷാദ്രിയുടെ വിശ്വാസത്തിന്റെ ബഹിർപ്രകടനം. തൊപ്പി ധരിച്ചോ
കൃപാണം തൂക്കിയോ മറ്റുള്ളവർ കാണുകെ കുരിശുമാല അണിഞ്ഞോ ഒരാൾ ജുഡീഷ്യറിയിൽ പ്രവർത്തിച്ചാലോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലേക്ക് വന്നാലോ എന്താകും സംഘപരിവാരങ്ങളുടെ നിലപാട്? മന്ത്രി ഷാജിയുടെ നിർദോഷകരമായ വിശ്വാസ അടയാളമായി അവയെ BJPയും RSSും കാണുമോ? അത്യന്തം ഗൗരവതരമായ ഇത്തരമൊരു വിഷയത്തിൽ പ്രതികരിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് ഹൈക്കമാൻഡും നേതാക്കളും ഏതു മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത്? ഖാളിമാരും സമുദായ നേതാക്കളും പുരോഹിതരും ഏത് വെളിച്ചം കടക്കാത്ത ഇരുട്ടറയിലേക്കാണ് ഉൾവലിഞ്ഞിരിക്കുന്നത്? UDF ഭരണത്തിൽ കേരളം കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരവേഗതയിൽ. പ്രതികരിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ തെരുവിൽ കാണുന്നുള്ളൂ. ശേഷിക്കുന്നവരെല്ലാം ഉറങ്ങുകയാണ്, അല്ല ഉറക്കം നടിക്കുകയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആരാണ് യഥാർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയതക്കെതിരെയും ന്യൂനപക്ഷ വർഗീയതക്കെതിരെയും സംഘപരിവാർ വർഗീയതക്കെതിരെയും ഒക്കെ പോരാടിയിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വിരൽ ചൂണ്ടി കാണിച്ചു കൊടുക്കാം. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി VD സതീശന്റെയും ലീഗ് നേതാക്കളുടെയും വായ ഇത്തരം വിഷയങ്ങളിൽ അനങ്ങുന്നില്ല? എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെയും സംഘപരിവാറിനെതിരെയും ഒന്നും ഒരു ശബ്ദവും ഉയർത്തുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് കുടപിടിക്കുന്നു ഈ സർക്കാർ എന്ന് ചോദിച്ചാൽ വിധേയത്വമാണ്, മുട്ടിലിഴയുകയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇവിടെ LDFും BJPയും തമ്മിൽ വലിയ ഡീലാണെന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ വന്നൊരു സർക്കാർ അവർക്ക് വേണ്ടി നിലമൊരുക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. രത്തൻ കേൽക്കറെ പോലുള്ളവരെ മുഖ്യമന്ത്രി തന്റെ സെക്രട്ടറിയായി നിയമിച്ചും ഇതുപോലുള്ള ശേഷാദ്രിനാഥുമാരെയൊക്കെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചും അതുപോലെ തന്നെ PM ശ്രീ അടക്കമുള്ളവ നടപ്പിലാക്കാനുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടപ്പിലാക്കിയും അതുപോലെ തന്നെ PMA പോലുള്ള സംഭവങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാരിന് കുടപിടിച്ചും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ ഒരു രീതിയിൽ വിമർശിക്കാതെ അവരുടെ ദാസന്മാരായി അവർക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു വിഭാഗമായി നമ്മുടെ സർക്കാർ മാറുമ്പോൾ മൗനികളായി മാറുകയാണ് പല നേതാക്കളും എന്നുള്ളതാണ്. എന്തായാലും നിയാസിനോട് ഒരുപാട് ഒരു റെസ്പെക്ട് തോന്നി പോവുകയാണ്. ഇത്രയധികം ആളുകൾ സംഘപരിവാർ വിധേയത്വം കൊണ്ട് സംഘപരിവാറിന് മുമ്പിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കുമ്പോഴും സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ, നല്ലൊരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹം KCയുടെ ആളാണ്, RCയുടെ ആളാണ്, മറ്റേ ആളാണ്, മറിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് നിയാസിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന സമയത്താകും ഒരുപക്ഷെ സംഘപരിവാറും RSSും BJPയും ഒക്കെ വളരാൻ പോകുന്ന ഒരു കാലഘട്ടം എന്ന് എന്തായാലും നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ ഈ 5 വർഷം കഴിയാൻ നേരത്ത് BJPയും സംഘപരിവാറും ഒക്കെ നമ്മുടെ VD സതീശന് ഒരു വലിയൊരു അവാർഡ് കൊടുക്കാനുള്ള സാധ്യത തട്ടിക്കളയാൻ പറ്റില്ല. കാരണം ഇതുപോലെ ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് BJPക്കും RSSനും ഒക്കെ വളരാൻ ഇത്രയധികം ഒരു വളം കിട്ടുക? എന്തായാലും ഇങ്ങനെ ഒരു വളം കിട്ടുന്ന മറ്റൊരു സംസ്ഥാനം ഇനി വേറെ ഉണ്ടാകാനൊരു സാധ്യതയുമില്ല. എങ്ങനെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനം BJPയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈപിടിച്ച് കോൺഗ്രസ് കൊടുത്തതെന്ന് നമ്മളിപ്പോൾ ഏകദേശം ഒക്കെ VD സതീശനെ പോലുള്ള നേതാക്കന്മാരുടെ ഒക്കെ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഈ കണക്കിനാണ് പോക്കെങ്കിൽ അധികം വൈകാതെ ഇവിടെയും BJP വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ മൊത്തത്തിൽ വിഴുങ്ങും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കോൺഗ്രസിനെ ഏത് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനാണ് VD സതീശനും സംഘവും ശ്രമം നടത്തുന്നതെന്ന് ഏറെക്കുറെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ NDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ നിന്ന് പൂച്ചെണ്ട് മേടിക്കുന്നു, സെൽഫി എടുക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, നിങ്ങൾ തമ്മിലുള്ള ഡീലുകൾ ജനം കാണുകയാണ്. പിന്നെ എന്തിനു നിങ്ങൾ നുണ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് UDFന് അറിയാമായിരുന്നു. ഈ നാട്ടിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒന്നിനൊപ്പമാണ് ഒരു സർക്കാർ ഉള്ളതെന്ന് പറഞ്ഞാൽ അവർ ആ സർക്കാരിനെ കൈവിടുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ കള്ളക്കളികളിലൂടെ നുണ പറഞ്ഞ ഒരു സർക്കാരിനെ അവർ നിലത്തിറക്കി, അവർ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി. എന്നിട്ട് ആ കള്ളന്മാർക്ക് വേണ്ടി ഇപ്പോൾ ആ സർക്കാർ കുടപിടിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് ദുഃഖവും സങ്കടവും വോട്ട് ചെയ്തു പോയതിൽ വലിയ രീതിയിലുള്ള ഒരു മനോവിഷമവും ഒക്കെ ഉണ്ടാകുമെന്നറിയാം. പക്ഷേ ഈ 5 വർഷം ഈ സർക്കാർ സംഘപരിവാറിനെ വളർത്തി ആ വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുത്ത് ഇനി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന ഭയം എല്ലാവരെയും വലിയ രീതിയിൽ തന്നെ വേട്ടയാടുന്നുണ്ടാകുമെന്നറിയാം. പക്ഷേ ആരും ഭയക്കേണ്ട, കാരണം ഇതിനെതിരെ പോരാടാൻ, ചോദ്യം ചെയ്യാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും LDFും ഉണ്ട്, പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷ ശബ്ദത്തിന് മുമ്പിൽ എന്തായാലും സർക്കാരും സംഘപരിവാറും RSSും BJPയും ഒക്കെ മുട്ടുമടക്കിയ ചരിത്രമാണുള്ളത്. മുട്ടുമടക്കിയില്ലെങ്കിൽ മടക്കിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായിട്ടുള്ള ശബ്ദങ്ങൾ ഉയർത്താൻ, പ്രതിഷേധങ്ങൾ ഉയർത്താൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷം നമ്മുടെ സഭയിലുണ്ട്. പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രിയല്ല എന്നേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവായി അദ്ദേഹം സഭയിലുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിനും അദ്ദേഹത്തിന്റെ നിലപാടിനും ഈ നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.